അല്ലേ, കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് തട്ടിച്ചേ ദിവ്യ ഉണ്ണി തട്ടിച്ചേ, മൃദംഗാവിഷം തട്ടിച്ചേ. എവിടെ തട്ടിച്ച്, ആര് തട്ടിച്ച്, എപ്പോൾ തട്ടിച്ച്, എന്ത് തട്ടിപ്പ് നടന്നെന്നാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ന്യൂസ് ചാനലിലൊക്കെ അങ്ങോട്ട് കത്തി കയറുക. 390 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് വിറ്റേ, രജിസ്ട്രേഷൻ ഫീസ് 3500 രൂപ മേടിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തോന്നടാ ഇത്? നമ്മളറിയാതെ നമ്മളെ പറ്റിക്കുന്നതിനാണല്ലോ ഈ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇവരൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നും ദിവ്യ ഉണ്ണിയും മൃദംഗാവിഷനും കൂടെ ഈ കുട്ടികളുടെ വീട്ടിൽ കയറിയിട്ട് അവരുടെ അലമാരി കുത്തിത്തറന്ന് രജിസ്ട്രേഷൻ ഫീസും സാരിയുടെ 1600 രൂപയും എടുത്തുകൊണ്ട് ഓടിയെന്ന്. ആക്ച്വലി ഇതെന്താ സംഭവം? 12,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതാണ് സംഭവം. അതിന് അവരൊരു രജിസ്ട്രേഷൻ ഫീസും വെക്കുന്നു. ഇത് കേട്ടറിഞ്ഞ മാതാപിതാക്കൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നു. ഈ മാതാപിതാക്കളുടെ ഉദ്ദേശം എന്താ? അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഈ നൃത്ത പരിപാടിയിൽ എൻ്റെ കുട്ടിയും ഭാഗമായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. ആ സർട്ടിഫിക്കറ്റ് ഈ മാതാപിതാക്കൾക്ക് ചില്ലിട്ട് അവരുടെ സ്വീകരണ മുറിയിൽ വെക്കാം, അല്ലെങ്കിൽ ആൽബത്തിൽ വെക്കാം. അപ്പോൾ അവരുടെ സ്വന്തക്കാരോ കൂട്ടുകാരോ ഒക്കെ വരുമ്പോഴത്തേക്കും കണ്ടോ, എൻ്റെ കുട്ടിയും അതിൽ പങ്കെടുത്തുനിന്ന് അവർക്ക് കാണിക്കാൻ ഒരു അഭിമാനം. അതിന് നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അവനവൻ്റെ കുട്ടി പ്രശസ്തരാകണമെന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുമല്ലോ. അതിൽ നമ്മൾ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഈ തട്ടിപ്പ് എന്ന് പറയുന്നതിനകത്താണ് എനിക്ക് മനസ്സിലാകാത്തത്. ആദ്യം തന്നെ നമുക്ക് സാരി തട്ടിപ്പിലേക്ക് കിടക്കാം. 390 രൂപയുടെ സാരിയാണത്രേ 1600 രൂപയ്ക്ക് കൊടുത്തത്. പിന്നെ 390 രൂപയുടെ സാരി മേടിച്ചിട്ട് അതേ വിലയ്ക്ക് തന്നെ കൊടുക്കണമായിരുന്നോ? ലാഭമാണല്ലോ ഏത് പ്രോഗ്രാം സംഘടിപ്പിച്ചാലും. അതിനകത്ത് ലാഭം ഉദ്ദേശിച്ച് തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ ആരും പുണ്യത്തിന് വേണ്ടിയിട്ടല്ലോ. ഇങ്ങനെ അതേ വിലയ്ക്ക് തന്നെ കൊടുക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും ഇല്ലെങ്കിൽ അവിടെ പ്രോഗ്രാം നടത്തുമ്പോൾ ആ സ്റ്റേജിൻ്റെ വാടകയും അതും ഇതും കുറേ ചിലവുകൾ കാണുമല്ലോ. ഒരു പരിപാടി നടത്തുമ്പോൾ അറിയാം എൻ്റെ വിഷമം. അല്ലാതെ കണ്ട് അതേസമയം ഈ സ്റ്റേഡിയവും കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ്. ഓക്കെ, തട്ടിപ്പെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ 390 രൂപയ്ക്ക് എങ്ങനെയാണ് ഈ സാരി കിട്ടിയത്? 12,000 എണ്ണം ഓർഡർ കൊടുത്തതുകൊണ്ടല്ലേ കല്യാൺ സിൽക്സ് ആ വിലയ്ക്ക് കൊടുത്തത്. അല്ലാതെ 2-3 എണ്ണം കൊടുത്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമോ ആ വിലയ്ക്ക്? അപ്പോൾ ഒരു ബൾക്ക് പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം പർച്ചേസ് നടത്തുന്നവന് കിട്ടും. അതിനകത്ത് ഇപ്പം എന്നാ കുഴപ്പം? അത് സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യാറുള്ളതല്ലേ. പിന്നെ ഇങ്ങനൊരു അപകടം നടന്നതുകൊണ്ട് മാത്രമാണല്ലോ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ വന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സാധാരണഗതിയിൽ അവരോട് ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന പോലെ ഇത്ര മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പോസ്റ്റലി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് ആ സമയമാകുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് ഓഫീസ് വഴി വരികയോ ചെയ്യും. അപ്പം പങ്കെടുത്തവർക്കും സന്തോഷം, സംഘാടകർക്കും സന്തോഷം. പിന്നെ അവിടെ ഒരു അപകടം നടന്നു. ആ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. MLA എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു, അത് സത്യാവസ്ഥയാണ്. അത് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ശുദ്ധ പോക്രിത്തരം തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ആ വിഷയത്തെക്കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഈ തട്ടിപ്പിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയ ഒരു പോസ്റ്റും അതിലെ കമൻറ്റുകളും ഞാൻ വായിക്കാം. നടി ദിവ്യ ഉണ്ണി ചെയ്ത പാപം. ദിവ്യ ഉണ്ണിക്കെതിരെ തിരിയുന്നവർ എല്ലാം ലാഭം നോക്കാതെ സേവനം ചെയ്യുന്നവരാണെന്നതാണ് ഈ വർഷത്തെ അവസാനത്തെ കോമഡി. ആക്ഷേപകരായി പൂക്കച്ചവടക്കാർ മുതൽ പുസ്തക കച്ചവടക്കാർ വരെയുണ്ട്. വണ്ടി കച്ചവടക്കാർ മുതൽ വസ്തു കച്ചവടക്കാർ വരെയുണ്ട് എന്നതാണ് രസകരം. ഗിന്നസ് റെക്കോർഡ് എടുക്കാൻ 12,000 പേരെ നിർബന്ധിച്ചിറക്കിയ ഒരു പ്രോഗ്രാമല്ലായിരുന്നു അത്. പണം മുടക്കാൻ താല്പര്യമുള്ളവർ വേഷം ഇട്ടു പങ്കെടുത്തു. അവർക്കാർക്കും ഇല്ലാത്ത വിഷമമാണ് കണ്ടു നിൽക്കുന്നവർക്കും മാറിപ്പോയവർക്കും. ദിവ്യ ഉണ്ണി സമർത്ഥമായി ഒരു പ്രവൃത്തി ഏറ്റെടുത്തു. അതിൽ അവരും മറ്റ് സംഘാടകരും വിജയിച്ചു. ലാഭവും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതിൽ ചിലർ കുശുമ്പ് കുത്തി. മലയാളികളെ പറ്റിച്ച് എന്നൊക്കെ പറയുന്നത് വിവരക്കേടല്ലാതെ എന്ത്? അത് ഏറ്റുപിടിക്കാൻ കുറേ പ്രബുദ്ധരും. വള്ളംകളിയിലും ക്രിക്കറ്റിലും സകല മത്സരങ്ങളിലും ക്യാപ്റ്റൻ മാത്രം കളിച്ചിട്ടല്ലല്ലോ അവർ സമ്മാനം വാങ്ങുന്നത്. അവർ എല്ലാവരുടെയും പരിശ്രമത്തിനുള്ള അംഗീകാരം ടീം ലീഡറായ ദിവ്യ ഉണ്ണി അല്ലാതെ വേറെ ആരാണ് മേടിക്കേണ്ടത്? ഇനി ഇത്രയും വലിയ ഒരു പരിപാടിക്ക് പണച്ചിലവില്ലേ? ആരാധനാലയങ്ങളിൽ പോലും വഴിപാടിനേക്കാൾ കൂടുതൽ പണം മേടിച്ചല്ലേ അത് നടത്തുക. അങ്ങനെയേ പറ്റൂ. കാരണം എല്ലാ ചിലവുകളും നടത്തിയെടുക്കാനാണത്. ഇനി ഇതിൻ്റെ അടി വന്ന ഒരു കമൻറ്റും കൂടെ വായിക്കാം. ദിവ്യ ഉണ്ണി എന്ന പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അവർക്കുള്ള സമൂഹത്തിലും സിനിമാ രംഗത്തും നൃത്തകലാരംഗത്തും ഉള്ള കഴിവ് ആ രംഗത്ത് താല്പര്യമുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. 12,000 പേരെ അതിന് സജ്ജമാക്കി പക്കാ പ്രൊഫഷണലാണെന്ന് ആദ്യം തന്നെ അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു.
താല്പര്യമുള്ളവർ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു പങ്കെടുത്തു. അതിന് നാട്ടുകാർക്ക് എന്താ പ്രശ്നം? അവർ പറഞ്ഞോ ഇത് ചാരിറ്റിയാണെന്ന്. പിന്നെ അസൂയയ്ക്കും കുശുമ്പിനും ഗിന്നസ് റെക്കോർഡ് കിട്ടത്തില്ല. ഇവിടെ ലോട്ടറി അടിച്ച് വിറ്റ് കോടികൾ സമ്പാദിക്കുകയും അതിലൊരംശം പ്രൈസ് മണി പ്രഖ്യാപിക്കുകയും പ്രൈസ് മണിയുടെ 45% പിന്നെയും തിരികെ ടാക്സായി വാങ്ങുന്നത് പകൽക്കൊള്ളയല്ലേ? പിന്നെ 150 രൂപയുടെ ജവാൻ 900 രൂപ കൊടുത്ത് വാങ്ങി കുടിക്കുന്നതും പ്രബുദ്ധ മലയാളി തന്നെയല്ലേ? അവർ ബിസിനസ് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് എത്ര പേർക്ക് തൊഴിൽ കിട്ടി, എത്ര കച്ചവട സ്ഥാപനങ്ങൾക്ക് ബിസിനസ് കിട്ടി. എന്തിനും ഏതിനും കുത്തിത്തിരിപ്പ് കാണുന്ന പ്രബുദ്ധർക്ക് നമോഭാഗം. കൊള്ളാമല്ലേ? സൂപ്പർ കമൻറ്റ്. പിന്നെ ഒരു ന്യൂസ് ചാനലിൻ്റെ യൂട്യൂബിൽ വന്ന വീഡിയോയുടെ അടി വന്ന ഒരു കമൻ്റ് ഉണ്ട്, അതും കൂടെ വായിച്ച് നമുക്ക് നിർത്താം. ഞാൻ പരിപാടിയിൽ നൃത്തം അവതരിപ്പിച്ച വിദ്യാർത്ഥിയാണ്. മീഡിയയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി ഇവർ കാര്യങ്ങൾ പൊലിപ്പിച്ചാണ് പറയുന്നത്. മൃദംഗാഭിഷൻ നടത്തുന്ന പരിപാടി എന്ന് തന്നെയാണ് നമ്മളെ അറിയിച്ചിരുന്നത്. രജിസ്ട്രേഷൻ ആൻഡ് കോസ്റ്റ്യൂമിനായി പണം 2 ഘട്ടങ്ങളിലായി പണം അടയ്ക്കണമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 3500 രൂപ വാങ്ങിയിട്ടുള്ളത്. ആദ്യ ഘട്ടത്തിൽ തന്നെ മറ്റൊരു നൃത്തമാണ് പഠിക്കാൻ തന്നിരുന്നത്. അതിന് പിറകെ ദിവ്യ ഉണ്ണി കൊറിയോഗ്രാഫ് ചെയ്ത കീർത്തനം അയച്ചു തന്നു. പിന്നീട് അത് രണ്ടും പഠിച്ചു തുടങ്ങി. പിന്നെ ആദ്യത്തെ നൃത്തം ഒഴിവാക്കി. ഇതിൽ പ്രശ്നമായി തോന്നിയത് സുരക്ഷാ ക്രമീകരണങ്ങൾ പരിമിതമായിരുന്നു എന്നുള്ളതാണ്. വോളണ്ടിയേഴ്സ്, കോർഡിനേറ്റേഴ്സ് കുറവായിരുന്നു. സുരക്ഷ, സ്റ്റേജ് ക്രമീകരണങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ടിക്കറ്റ് എമൗണ്ട് 149 രൂപയാണ് ഒരാൾക്കായത്. ടിക്കറ്റ് വെക്കാതെ ആളുകളെ വിട്ടിരുന്നെങ്കിൽ ജനസമുദ്രമാകുമായിരുന്നു. അതൊരു പോയിൻ്റാണ്. കുടിക്കാനുള്ള വെള്ളം, സ്നാക്ക് എന്നിവ അവർ കൗണ്ടറുകളിൽ തന്നിരുന്നു. ടീച്ചേഴ്സ് പോയി വാങ്ങി ഞങ്ങൾക്ക് തന്നായിരുന്നു. ഉമാ മേഡത്തിന് സംഭവിച്ച സുരക്ഷാ വീഴ്ചയാണ് ദുഃഖകരമായി തോന്നിയത്. മേഡം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. സർട്ടിഫിക്കറ്റ് തരുമെന്ന് അവർ അറിയിച്ചിരുന്നു. പരിപാടി കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നും അറിയിച്ചിരുന്നു. അതാണ് കാര്യം. പേരൻസ് ഇതൊക്കെ മുൻകൂട്ടി അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ചേരാൻ. സർക്കാർ നടത്തുന്ന പരിപാടിയെന്ന് ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. ഇവർ കാര്യങ്ങൾ നേരിട്ടറിയാതെ ടീച്ചേഴ്സോ മറ്റോ പറഞ്ഞിട്ടുള്ള അറിവിൽ നിന്നാണ് ഈ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാർത്താ ചാനലിൽ ഒരു കുട്ടിയുടെ മാതാവ് ആരാണ്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇത് സർക്കാരിൻ്റെ നടത്തുന്ന പ്രോഗ്രാമാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, അതായതാന്നൊക്കെ അവർ പറഞ്ഞു. അതിൻ്റെ താഴെയുള്ള പ്രതികരണമാണിത്. ഇത്രയും കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ, ഈ പ്രോഗ്രാമിൽ ഈ ഫീസ് മേടിച്ചതും സാരിയുടെ വിലയും ഇതൊക്കെ ഒരു തട്ടിപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ. ഇനി അറിയാതെ വല്ലവരും കൊണ്ട് തലയിട്ടാണോ? അതായത് പക്ഷിക്കൂടാണെന്നും വിചാരിച്ച് പട്ടിക്കൂടിനകത്ത് കൊണ്ട് തലയിട്ടോ ആളുകൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. അവസാനമായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളെ, നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഈ പ്രോഗ്രാമിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചത്. 2 മാസത്തിനകം സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. ഈ 2 മാസത്തിനകം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി നിങ്ങൾ അപ്പം നോക്കുക. കേസിന് പോവുകയോ അതിനുശേഷം വാർത്താമാധ്യമങ്ങളുടെ വന്നിരുന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ലാതെ കണ്ട് ഇപ്പോഴത്തെ ഈ തീയും പുകയും കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവരൊക്കെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് പൊലിപ്പിച്ച് കാണിക്കുന്നതാണ് പകുതി മുക്കാലും. മനസ്സിലായല്ലോ? ഇത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് കെട്ടടങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തായാലും ഒരു 2 മാസം വരെ കിട്ടും. നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇതുപോലെ തന്നെ പണ്ട് വന്നൊരു കാര്യമാണ് മുതുകാടിൻ്റെ വിഷയം. ഓർക്കുന്നുണ്ടോ? മജീഷ്യൻ മുതുകാട്. അദ്ദേഹം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ വെച്ച് പൈസ സമ്പാദിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളുടെ മാതാപിതാക്കളുമൊക്കെ കുറേ തെളിവുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു. അതൊക്കെ എന്തി? ആ കേസ് എന്തായി? അതൊക്കെ എല്ലാം കേൾക്കാനോ പറയാനോ വല്ലതും ഉണ്ടോ? ഇത്രേ ഉള്ളൂ. ആ സമയത്ത് ഈ സമയത്ത് ഒരു സ്പാർക്ക്, അവർക്ക് കുറച്ച് റേറ്റിംഗ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇവർ കടന്ന് കുറേ എല്ലാം പൊലിപ്പിച്ച് പറയും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും അങ്ങ് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. 2 മാസം വെയിറ്റ് ആൻഡ് സീ.